Без разницы на телефонах. Hello everyone, assalamu alaikum, welcome back to my channel. I hope you all are doing well. Alhamdulillah, I'm doing great. And this video is all about a very normal day. പക്ഷേ ചെറിയ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഡേ ക്രിയേറ്റ് ചെയ്ത ഡേ ആണെന്നും കൂടി വേണമെങ്കിൽ പറയാം. ഹോം വ്ളോഗ് വിത്ത് എ വെരി സ്മോൾ ഷോപ്പിംഗ് വ്ളോഗാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇൻഷാല്ലാ. സോ യാ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. മോർണിംഗ് എണീറ്റാൽ ബേബി അബൂദിന് ഡെയിലി മിൽക്ക് കുടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പം ഞാൻ മിൽക്കൊക്കെ ബോയിൽ ചെയ്ത് വെക്കും ഇതുപോലെ. എന്നിട്ട് ബാലൻസ് ഉള്ള മിൽക്ക് ഇതുപോലെ ഗ്ലാസ് ജാറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും. ആവശ്യത്തിനുള്ള മിൽക്ക് മാത്രം എടുത്ത് വെച്ചിട്ട് ബാക്കി ഇതുപോലെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അവന് പിന്നീട് എപ്പോഴെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതെടുത്ത് കൊടുക്കാറാണ് പതിവ്. ഐ ഡോണ്ട് നോ വൈ യെസ്റ്റർഡേ ഐ എം നോട്ട് സ്ലീപ്പിംഗ് മച്ച്. അതുകൊണ്ട് തന്നെ മോർണിംഗ് എണീറ്റപ്പോൾ ശരിക്കും ഭയങ്കര ഹെഡേക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ ഫീൽ ടോട്ടലി ഹംഗ്രി. സോ ഞാൻ വിചാരിച്ചു ലൈറ്റായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് മോൻ എണീക്കുന്ന മുന്നേ കഴിക്കാമെന്ന്. അപ്പോൾ എൻ്റെ കയ്യിൽ അൽമറായിൻ്റെ യോഗേർട്ട് ഉണ്ടായിരുന്നു, സ്ട്രോബെറിയുടെ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു ക്വിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഇറ്റ്സ് നോട്ട് എ ബ്രേക്ക്ഫാസ്റ്റ്, എ കൈൻഡ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാർബോഹൈഡ്രേറ്റ് ഞാൻ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആക്ച്വലി ഇപ്പം എല്ലാ ദിവസവും കുറച്ച് റിസ്കി ആയിട്ടുള്ള ഒരു എലമെൻ്റാണ്. നോട്ട് റിസ്കി ബട്ട് തിങ്ക് ചെയ്യും ഇങ്ങനെ നാളെ എന്താ മോർണിംഗിന് കഴിക്കാമെന്ന്. മറ്റേത് കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പം ഈസി ആണല്ലോ. ഒരു ദിവസം ദോശയാണെങ്കിൽ ഒരു ദിവസം പുട്ട്, ഒരു ദിവസം നീർദോശ, അങ്ങനെ ഡിഫറെൻറ്റ് ഐറ്റംസാണ് മോർണിംഗ് ഉണ്ടാക്കുക. ബട്ട് അൽഹംദുലില്ലാ കാർബോഹൈഡ്രേറ്റ് അവോയ്ഡ് ചെയ്തതിൽ ഐ എം സോ ഹാപ്പി. എൻ്റെ വെയ്റ്റിലും നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ട്. ആക്ച്വലി ഐ എം നോട്ട് മച്ച്, എന്താ പറയുക, ഭയങ്കര ഫാറ്റൊന്നുമല്ല. ഐ എം ജസ്റ്റ് 56 ആൻഡ് അൽഹംദുലില്ലാ ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. ഞാനൊന്നൊരു ക്വിക്കായിട്ടുള്ള ഒരു കുഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റാണ് കഴിക്കുന്നത്. കാർബോഹൈഡ്രേറ്റ് ഒക്കെ കംപ്ലീറ്റ് ഒഴിവാക്കി ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഈ ഒരു സ്ട്രോബെറി ഫ്ലേവേർഡ് യോഗേർട്ടിനേക്കാളും നിങ്ങൾക്ക് ഗ്രീക്ക് യോഗേർട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് മച്ച് ബെറ്റർ. ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റിൽ ആഡ് ചെയ്തിട്ടുള്ളത് സ്ട്രോബെറി ഫ്ലേവേർഡ് ആയിട്ടുള്ള യോഗേർട്ടും അതിലേക്ക് കുറച്ച് ബെറീസും ലൈക്ക് ബ്ലൂബെറി, സ്ട്രോബെറി, റാസ്ബെറി. ഇതിങ്ങനെ സിമ്പിളായിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈസി ബ്രേക്ക്ഫാസ്റ്റ്, ഹാപ്പി ടമ്മി, അൽഹംദുലില്ലാ. അപ്പോൾ ഇതിങ്ങനെ കഴിച്ചുകൊണ്ട് ബാക്കിയുള്ള പരിപാടികളും എന്തായാലും ചെയ്തു തീർക്കാം. അതിനിടയിൽ ബേബി അബൂദ് എണീറ്റു. അവൻ എണീറ്റ് വന്നപ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു അവന് വാട്ടർമെലൺ വേണമെന്ന്. സോ ഐ കട്ട് സം വാട്ടർമെലൺ. ഞാൻ 6:45 ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്, അത് നിങ്ങൾ കണ്ടു. അപ്പോൾ സെക്കൻഡ് മിഡ് ടൈമിൽ ഞാനിതുപോലെ സ്നാക്ക് ഐറ്റം ആയിട്ട് കഴിക്കുന്നത് ഫ്രൂട്ട്സ് എന്തെങ്കിലും ആണ്. അപ്പോൾ ഇന്ന് വാട്ടർമെലൺ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് സ്വീറ്റി ബട്ട് ഇറ്റ്സ് ഫൈൻ. നാച്ചുറൽ സ്വീറ്റ് ആയതുകൊണ്ട് ഇറ്റ്സ് ഫൈൻ. വെയിറ്റ് ലോസിനൊക്കെ ട്രൈ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ പ്ലീസ് ട്രൈ ടു അവോയ്ഡ് റിഫൈൻഡ് ഷുഗേഴ്സ് ആൻഡ് റിഫൈൻഡ് ഓയിൽസ്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി നോട്ട് ഗുഡ് ഫോർ യുവർ ഹെൽത്ത്. അബൂദിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം എന്ന് പറയുന്നത് 8:30 അല്ലെങ്കിൽ 9 മാക്സിമം. കൂടുതൽ ദിവസം അവൻ നല്ല നേരത്തെ എണീക്കുന്നതുകൊണ്ട് ഞാൻ മോർണിംഗ് തന്നെ അവന് ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുക്കും, ലൈക്ക് ബനാന അങ്ങനത്തെ ഒക്കെ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവന് മിൽക്ക് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് 8 to 8:30 ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. ഇന്ന് ഞാൻ അവന് കൊടുക്കുന്നത് നമ്മളുടെ നോർമൽ ഉഴുന്ന് ദോശയാണ്, ഉരുതിദാൾ കൊണ്ടുണ്ടാക്കിയ. ഞാൻ കൂടുതലും ഞാൻ തന്നെ ആട്ടോ ഈ ഒരു ഇഡ്ഡലി ദോശ ബാറ്ററൊക്കെ പ്രിപ്പയർ ചെയ്യാറ്. പക്ഷേ ഇപ്രാവശ്യം എൻ്റെ കയ്യിൽ വൈറ്റ് റൈസ് ഫിനിഷ് ആയതുകൊണ്ട് ഞാൻ ബക്കാലയിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് നന്മ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ബാറ്ററാണ്. ഞാൻ ഈ ഒരു ബ്രാൻഡ് യൂസ് ചെയ്യാറേ ഇല്ല. ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് ഐഡി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഐഡി ഇഡ്ഡലി ദോശ ബാറ്ററാണ്. ആൻഡ് ദാറ്റ്സ് ഓൾസോ ഗുഡ്. എനിക്ക് തോന്നുന്നു അതാണ് കുറച്ചുകൂടി ബെറ്റർ. എന്ന് വെച്ചാൽ ഇതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചെറിയൊരു ഈസ്റ്റിൻ്റെ ടേസ്റ്റ് വരുന്ന പോലെ ഫീൽ ചെയ്തു. ഐ ഡോണ്ട് നോ വൈ. ഹി ലൈക്സ് എ കൈൻഡ് ഓഫ് ക്രഞ്ചി ദോശ. അതുകൊണ്ട് ഞാൻ കുറച്ച് ഗീ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദോശൻ്റെ കൂടെ ഞാൻ കുറച്ച് മിൽക്ക് കൂടി കൊടുക്കുന്നുണ്ട്. ഹീ ഈസ് നോട്ട് ഓക്കെ വിത്ത് ടീ ഓർ കോഫി. കോഫി ചില സമയങ്ങളിലൊക്കെയാണ് അവൻ കുടിക്കാറുണ്ട്. പക്ഷേ കോഫി പെട്ടെന്ന് അഡിക്റ്റ് ആവുന്ന ഒരു ഡ്രിങ്ക് ആയതുകൊണ്ട് തന്നെ ഞാനത് കൊടുത്ത് അവന് ഒരുപാട് ഇഷ്ടമായി കഴിഞ്ഞാൽ അപ്പോൾ നമ്മളത് കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു അഡിക്ഷൻ ഇഷ്യൂ ഉണ്ടാവേണ്ട വിചാരിച്ചിട്ട് ഞാൻ വീക്കിലി ഒരു 2 or 3 മാത്രമേ അവൻ കോഫി കൊടുക്കാറുള്ളൂ. അതും കോഫി പൗഡറിൻ്റെ കണ്ടൻറ്റ് വളരെ കുറച്ചിട്ട് മാത്രമാണ് കോഫി ഉണ്ടാക്കി കൊടുക്കാറ്.
ബേബി അബൂദിൻ്റെ ഫുഡ് റൂട്ടീൻ വ്ലോഗ് ചെയ്ത സമയത്ത് അൽഹംദുലില്ലാ ഐ ഗോട്ട് ലോഡ് ഓഫ് ബ്യൂട്ടിഫുൾ മെസ്സേജ്. എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഞാൻ അത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ബട്ട് അൽഹംദുലില്ലാ ഐ എം സോ ഹാപ്പി. ആക്ച്വലി അതിലവൻ കഴിക്കുന്ന വളരെ കുറച്ച് ഫുഡ് മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. അതല്ലാണ്ട് സബ് മിഡിൽ ആയിട്ടൊക്കെ കഴിക്കുന്ന ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഫുഡ്സ് ഉണ്ട്. ലൈക്ക് ആപ്പിൾ പ്യൂരിയൊക്കെ ദാറ്റ്സ് റിയലി ഗുഡ് ഫോർ ദ ഹെൽത്ത്. ബ്രെയിൻ ഡെവലപ്മെൻറ്റിനൊക്കെ ഒരുപാട് ഹെൽത്ത് ചെയ്യുന്ന ഫുഡാണ് ആപ്പിളൊക്കെ. ഗ്രീൻ ആപ്പിളൊക്കെ ആണെങ്കിൽ കൂടുതൽ ബെറ്റർ. അവഗാഡോ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്. എപ്പോഴും ഫുഡ് കൊടുക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഹെൽത്തിന് എത്രത്തോളം മെച്ചപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ ഫുഡ് നമുക്ക് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം ഫുഡ് അവരുടെ ബോഡിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. ലൈക്ക് ഗ്രീൻ വെജീസ്. പ്രീവിയസ് വ്ലോഗിൽ ബേബി അബൂദിന് ബ്രേക്ക്ഫാസ്റ്റിന് ഹെൽത്ത് മിക്സ് കൊടുക്കുന്നത് കണ്ടിട്ട് ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബേബി ഇപ്പോഴും റാഗി ഹെൽത്ത് മിക്സ് ഓട്സ് പോലുള്ള ഫുഡൊക്കെ കഴിക്കാറുണ്ടോ, നമ്മൾ കഴിക്കുന്ന ഫുഡൊന്നും കഴിക്കുന്നില്ലേന്ന്. അവൻ എല്ലാ ഫുഡും കഴിക്കാറുണ്ട്. പക്ഷെ ഞാനിപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ടൈമെങ്കിലും റാഗി പോലെയുള്ള നല്ല ഹെൽത്തി ഫുഡ് കൊടുക്കണം എന്നാണ്. അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാക്സിമം അവോയ്ഡ് ചെയ്യാം. അവരിപ്പോൾ കഴിക്കുന്ന അൺഹെൽത്തി ഫുഡിൻ്റെ ഒക്കെ ശരിക്കും റിസൾട്ട് വരൽ അവർക്കൊരു 6 to 7 years ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. അതുകൊണ്ട് മാക്സിമം ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം. ഇത് ഹെൽത്ത് മിക്സ് ആണ്. ഞാൻ നാട്ടിൽ വരുമ്പോൾ കൊണ്ടുവന്നതാണ്. നാട്ടിൽ നിന്ന് വരുമ്പം ഒരു 3 to 4 പാക്കറ്റ്സ് ഒക്കെ മാക്സിമം കൊണ്ടുവരാറുണ്ട്. ഇതിൻ്റെ ഒരു ബോട്ടിലിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1.5 kg ആണ്. ബോട്ടിലും കൂടി ആകുമ്പോൾ വെയിറ്റ് കൂടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബോട്ടിൽ റിമൂവ് ചെയ്തിട്ട് ഇതുപോലെ പാക്കറ്റ്സിലാക്കിയിട്ടാണ് ഇത് കൊണ്ടുവരാറ്. ഇറ്റ്സ് റിയലി ഗുഡ് ഫോർ ദിയർ ഹെൽത്ത്. ആക്ച്വലി ഇത് 6 months ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സോളിഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കൊടുക്കാൻ പറ്റിയ ഫുഡാണ്. നമ്മളുടെ പഴം കൊണ്ടുണ്ടാക്കിയ കുറുക്ക്, അതുപോലെ റാഗി, ഹെൽത്ത് മിക്സ്, ഓട്സ്, ഇതൊക്കെ. ഇൻഫൻസിന് ഒരു 8 months ഒക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ വെയിറ്റ് ഗെയിനിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു മൾട്ടിഗ്രെയിൻ ഹെൽത്ത് മിക്സ് ഒക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ചെറുധാന്യങ്ങളൊക്കെ അടങ്ങിയതുകൊണ്ട് തന്നെ കുക്കിംഗ് ടൈം അത്യാവശ്യം നന്നായിട്ട് എടുക്കും. നന്നായിട്ട് കുക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡൈജസ്റ്റീവ് ഇഷ്യൂസൊക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. ഹെൽത്തി വെയിറ്റ് ഗെയിൻ ഉണ്ടാവുന്നതിന് ഏറ്റവും നല്ലൊരു സോഴ്സാട്ടോ ഈ ഒരു മൾട്ടിഗ്രെയിൻ ഹെൽത്ത് മിക്സ്. ഇറ്റ്സ് റിയലി ഗുഡ്. പണ്ടത്തെ ആൾക്കാരൊക്കെ കമ്പം, ചോളം അതുപോലെയുള്ള പ്രൊഡക്ട്സൊക്കെയാണ് നാച്ചുറലായിട്ട് അവരുടെ ബോഡിയിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് അതൊക്കെയുള്ള ഫുഡൊന്നും കാണാൻ തന്നെ കിട്ടൂല. അപ്പോൾ ഈ ഒരു ഫുഡ് എന്തായാലും നാച്ചുറലായിട്ടുള്ള രീതിയിൽ നമ്മുടെ കുഞ്ഞിൻ്റെ വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. നാട്ടിലെ ആയുർവേദ ഷോപ്പുകളിലൊക്കെ ഇത് പൗഡേർഡ് ഫോമിലും നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇതുപോലെ ഹോൾ ഗ്രെയിൻ വാങ്ങിയിട്ട് നമ്മൾ തന്നെ പൊടിച്ചെടുക്കുന്നതാണ്. ഇത് ഓൾറെഡി വറുത്തിട്ടാണ് അവർ പാക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ പെട്ടെന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതൊരു നല്ല അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത് ഓവറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓവറായിട്ട് വെയിറ്റ് ഗെയിൻ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും ഒരു സേഫ് ആയിട്ടുള്ള രീതിയിൽ വേണം ഇത് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. മാക്സിമം ഒരു ഡെയിലി 1 time കൊടുക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ കൊടുത്താൽ ചിലപ്പോൾ ഓവർ വെയിറ്റ് ഗെയിനിങ് ഇഷ്യൂസൊക്കെ ഉണ്ടാവാനും ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇത് എങ്ങനത്തെ രീതിയിലാണ് കൊടുക്കേണ്ടതെന്ന് വ്യക്തമായി മനസ്സിലാക്കിയതിൻ്റെ ശേഷം മാത്രമേ ഇത് ഫീഡ് ചെയ്യാൻ പാടുള്ളൂ എന്ന് ഞാൻ പറയും. യൂട്യൂബിലൊക്കെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ ഇതിനെ പറ്റിയിട്ട് നല്ല ഡീപ്പ് ആൻഡ് ഡീറ്റെയിൽ ആയിട്ടുള്ള വ്ളോഗ്സ്, വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതിൽ ഓൾറെഡി കൽക്കണ്ടം ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ലൈറ്റായിട്ടുള്ള ഒരു സ്വീറ്റ് ഉണ്ടാവും. പക്ഷേ എനിക്ക് തോന്നുന്നു അത് വളരെ ലൈറ്റായിട്ടേ ഉണ്ടാവും. അത്രയും ലൈറ്റിൽ കൊടുത്ത കുട്ടികൾ കഴിക്കാൻ ചാൻസ് കുറവാണ്. അതിനേക്കാൾ ഒരു ഇച്ചിരി കൂടി ഷുഗർ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. എപ്പോഴും ശ്രദ്ധിക്കുക, റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗേഴ്സൊന്നും കുട്ടികളുടെ ഫുഡിൽ ആഡ് ചെയ്യരുത്. ഞാൻ എപ്പോഴും പറയുന്നതാണ് എൻ്റെ വീഡിയോസിൽ, പാം ക്യാൻഡി പോലുള്ള നാച്ചുറൽ ഷുഗേഴ്സ് ആഡ് ചെയ്യുക. സോളിഡ് ഫുഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയത്തായിരിക്കും നമ്മൾ അവർക്ക് ഷുഗർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്താണ് അവർ കൂടുതലും ഷുഗറിനോട് ഒരു ഇഷ്ടം കാണിച്ചു തുടങ്ങൽ. ഓവർ റിഫൈൻഡ് ഷുഗേഴ്സൊക്കെ കൊടുക്കുന്ന കുട്ടികൾക്ക് കഫ് ഇഷ്യൂസൊക്കെ ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ ഷുഗർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ വളരെ ലൈറ്റായിട്ട് മൈന്യൂട്ടായിട്ടുള്ള ഷുഗറിൽ തന്നെ അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം. എന്നിട്ട് അതൊരു റുട്ടീനായിട്ട് കൊണ്ടുവരാനും വേണ്ടി ട്രൈ ചെയ്യാം. ഞാൻ ഈ ഹെൽത്ത് മിക്സ് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡാണ് കേട്ടോ ഇത്. ആവശ്യത്തിന് മിൽക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഒരു 3 പാം ക്യാൻഡീൻ്റെ ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1.5 tablespoon ഹെൽത്ത് മിക്സ്, പൗഡേർഡ് ഹെൽത്ത് മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊരു സ്മൂത്തി ടെക്സ്ചർ വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഓട്സ് പൗഡർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. വളരെ കുറച്ച് ആഡ് ചെയ്താൽ മതി. ജസ്റ്റ് ഒരു ലൈറ്റ് സ്മൂത്തി ടെക്സ്ചറിന് വേണ്ടി മാത്രം ആഡ് ചെയ്യുന്നതാണ്. ഇത് ആഡ് ചെയ്യാണ്ട് ഉണ്ടാക്കിയാലും പെർഫെക്റ്റാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് അത്യാവശ്യം നല്ലോണം വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബിക്കോസ് ഇതിൽ ധാന്യപ്പൊടികളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ കുക്ക് ചെയ്തിട്ടെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ വയറിന് ഡൈജസ്റ്റീവ് ഇഷ്യൂസൊക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്.
ഇത് ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മളുടെ നോർമൽ റാഗിയൊക്കെ കുറുക്കിയെടുക്കുന്ന പോലെ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 to 15 മിനിറ്റ്സ് കുറുക്കിയെടുക്കുക. 8 മന്ത് മുതലുള്ള കുട്ടികളിൽ മസിൽ ഡെവലപ്മെൻറ്റ് പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് നടക്കും. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ നമ്മൾ നല്ല ഹൈലി പ്രോട്ടീൻഡ് ആയിട്ടുള്ള ഇതുപോലെയുള്ള ഫുഡ് തന്നെ കൊടുക്കണം. ഫുഡ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഉറക്കം. ബ്രെയിൻ ഡെവലപ്മെൻറ്റ് പ്രോപ്പറായിട്ടുള്ള വേയിൽ വർക്കൗട്ട് ആവണമെന്നുണ്ടെങ്കിൽ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അൽഹംദുലില്ലാ ക്ലൈമറ്റിൽ നല്ല ചേഞ്ച് ഉണ്ട് കേട്ടോ. ഇപ്പോൾ പുറത്തേക്ക് നോക്കുമ്പം നല്ല സമാധാനമുണ്ട്. മറ്റേത് വിൻഡോയിലൊക്കെ തൊടുമ്പോൾ തന്നെ നല്ലോണം ചുട്ട് പൊള്ളുന്ന ഫീലിംഗ് ആയിരിക്കും. ആൻഡ് അൽഹംദുലില്ലാ മോനൊരു 1.5 hour 2 hours അറൗണ്ട് ഉറങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ 2 hours ഒക്കെ ഉറങ്ങിയാൽ രാത്രി പ്രോപ്പറായിട്ട് ഉറങ്ങുമോ എന്ന് ഒരുപാട് പാരൻസ് ചിന്തിക്കുന്നുണ്ടായിരിക്കും. ആക്ച്വലി ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈം. ഞാൻ ആക്ച്വലി മോനെ മോർണിംഗ് ഒരു 10 AM അല്ലെങ്കിൽ 10:30 AM ആകുമ്പം വീണ്ടും കിടത്തി ഉറക്കും. എന്നാൽ മാത്രമേ രാത്രി മോന് പ്രോപ്പറായിട്ട് ഉറങ്ങുള്ളൂ. നമ്മൾ ഉച്ചയ്ക്കൊക്കെയാണ് കിടത്തി ഉറക്കുന്നതെന്നുണ്ടെങ്കിൽ രാത്രി പ്രോപ്പറായിട്ടുള്ളൊരു ഉറക്കം അവർക്ക് കിട്ടില്ല. അത് പാരൻസിൻ്റെ ഉറക്കത്തിനെ നല്ല രീതിയിൽ ഡിസ്റ്റർബ് ചെയ്യും. ഇറ്റ്സ് അറൗണ്ട് 5:30 PM. നമ്മൾ പുറത്തുനിന്ന് പോവാം കേട്ടോ. ദുബായ് മോളിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്പെക്സിന് ചെറിയൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് അതൊന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് റിസീവ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിൻ്റെ കൂടെ കുഞ്ഞൊരു ഷോപ്പിംഗ് കൂടി ഉണ്ടായിരുന്നു. നമ്മൾ താമസിക്കുന്നിടത്ത് നിന്ന് നമുക്ക് ദുബായ് മോളിലേക്ക് മാക്സിമം ഒരു 10 minute ഡ്രൈവ് മാത്രമേ ഉള്ളൂ. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. ട്രാഫിക്കിലൊക്കെ കിടന്ന് നല്ല ടൈം എടുത്തിട്ടാണ് നമ്മളന്ന് ദുബായ് മോളിലെത്തിയത്. ബട്ട് അൽഹംദുലില്ലാ ഇറ്റ്സ് ഫൈൻ. ഞാൻ വിചാരിച്ച അത്രയും ട്രാഫിക് ഉണ്ടായിരുന്നില്ല. ട്രാഫിക്കിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മളെക്കാളും കുറച്ചുകൂടി ഇറിറ്റേറ്റഡ് ആവല് കുട്ടികളാണ്. അതുകൊണ്ട് ബേബി അബൂദ എത്ര നേരം അതിൽ സമാധാനപരമായി ഇരിക്കുന്ന എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ബട്ട് അൽഹംദുലില്ലാ നമ്മളെ കയറിയ ടാക്സിയിൽ വി ഹാവ് എ സ്ക്രീൻ. സോ എൻ്റെ ഹസ്ബൻഡ് അവന് ചെറിയൊരു മൂവി കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതിലൊരു 6 to 7 ഷോർട്ട് മൂവീസ് ഉണ്ടായിരിക്കും. അപ്പം ഇതുപോലെ കുഞ്ഞു മക്കളൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി ടൈം കാം ആൻഡ് ക്വൈറ്റായി ഹാൻഡിൽ ചെയ്ത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഐ എം എ കൈൻഡ് ഓഫ് പേഴ്സൺ ഹു ലൈക്സ് ടു ക്രിയേറ്റ് മെമ്മറീസ് ടുഗെദർ. ബേബി അബൂദ് ഇല്ലാത്ത സമയത്തും അവനുണ്ടായ സമയത്തും ഞാൻ ഇതുപോലുള്ള ഒരുപാട് പ്ലേസുകളിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട്. മേ ബി ഒരുപാട് കാലങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അത് കാണുമ്പം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇപ്പം അതിനത്ര ഭംഗിയില്ലെങ്കിൽ കൂടി ഐസ് റിങ്ങിൽ നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബേബി അബൂദിന് അവനിഷ്ടമുള്ള സ്ഥലത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവനിഷ്ടമുള്ള സ്ഥലത്ത് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. ഐസ് റിങ്ങും എനിക്കും കുറച്ച് ഇഷ്ടമുള്ള ഒരു ഏരിയ ആണ്. ഞാൻ അവിടെ കയറാൻ വേണ്ടിയിട്ട് 2-3 തവണ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം ഞാൻ ട്രൈ ചെയ്ത സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. സെക്കൻഡ് ടൈം ആയപ്പോഴേക്കും ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കുറച്ചേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു പോസ്റ്റ്പാർട്ടം ടൈമിലായിരുന്നു അത്. സോ ഇൻഷാല്ലാ ഇനി ബേബി അബൂദ് ബിഗായി ഒരു 4+ ആകുമ്പോഴാണ് ഇവിടെ എൻട്രി ഉള്ളത് ഐസ് റിങ്ങിൽ. ആ ഒരു ടൈമിൽ മോൻ്റെ കൂടെ പോകാമെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ആപ്പിൾ സ്റ്റോറിലേക്കാണ്. എൻ്റെ സ്ക്രീൻ കാർഡിന് ചെറിയൊരു ഡാമേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ആപ്പിൾ സ്റ്റോറിൽ നിന്നാണ് നമ്മൾ സ്ക്രീൻ കാർഡ് ഒട്ടിച്ചത് എന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ ഒരു വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. സ്ക്രീൻ കാർഡിന് ചെറിയ രീതിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാലും വലിയ രീതിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാലും മീൻസ് ഡാമേജ് ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർ 1 year വാറണ്ടി തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വാറണ്ടി പീരീഡിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ നമുക്ക് പിന്നെയും അത് ഒട്ടിച്ച് തരും. എഗെയിൻ നമ്മൾ പേ ചെയ്യുമൊന്നും വേണ്ട. 2024 ആപ്പിൾ പ്രൊഡക്ട്സിൻ്റെ ലോഞ്ച് റീസെൻ്റ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഹോപ്പ് യു ഓൾ നോ അബൌട്ട് ഇറ്റ്. സോ എൻ്റെ ഹസ്ബൻഡിന് അതിൽ ലോഞ്ച് ചെയ്ത അവരുടെ പുതിയൊരു പ്രൊഡക്റ്റായ അൾട്രാ 2 വാങ്ങണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. ആക്ച്വലി ഇതൊട്ടും പ്ലാൻഡ് അല്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചതാണ്. സോ നമ്മളത് വാങ്ങാൻ വേണ്ടിയിട്ട് ആപ്പിൾ സ്റ്റോറിലേക്ക് വന്നതാണ്. എൻ്റെ ഹസ്ബൻഡ് ഡിസ്പ്ലേ പ്രൊഡക്റ്റ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബേബി അബൂദ് ഒട്ടും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ഉള്ളിലിരിക്കാൻ. സോ ആപ്പിൾ സ്റ്റോറിൽ ഇങ്ങനെ ഒരു അടിപൊളി കൊറിഡോർ ഏരിയ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് സോ ഗുഡ്. നമുക്ക് ദുബായ് മോളിൻ്റെ ബാക്ക് യാർഡിലെ ഓൾമോസ്റ്റ് എല്ലാ പ്ലേസും അവിടെ നിൽക്കുമ്പോൾ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഐ വിൽ ഷോ യു. ആക്ച്വലി ഇറ്റ് വാസ് സോ ഗുഡ്. ഈ ഒരു ഏരിയ ആളുകളിപ്പം ഒരു വെയിറ്റിംഗ് ഏരിയ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ആപ്പിൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ കൂടെ വരുന്ന ആൾക്കാർക്ക് ഈ ഒരു ഏരിയയിൽ റെസ്റ്റ് ചെയ്യുകയും ചെയ്യാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ എൻജോയ് ചെയ്യുകയും ചെയ്യാം. ബുർജ് ഖലീഫിൻ്റെ ഒരു ടോട്ടൽ വ്യൂ ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു സൗസോ എന്ന് പറയുന്ന എൻ്റെ ഹസ്ബൻഡ് ഒരു ഫേവറേറ്റ് റെസ്റ്റോറൻറ്റ്. ആ ഒരു റെസ്റ്റോറൻറ്റാണിത്. ആൻഡ് ഇത് നമ്മളുടെ ഫൗണ്ടെയിൻ ഏരിയ ആണ്. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. ആപ്പിൾ 16 റീസെൻ്റ് ആയിട്ടാണ് ലോഞ്ച് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നല്ല ഹ്യൂജ് ആയിട്ടുള്ളൊരു ക്രൗഡ് തന്നെ ഉണ്ടായിരുന്നു. നോർമലി നമ്മൾ ആപ്പിൾ സ്റ്റോറിൽ വരുമ്പോൾ ഇത്രയും ആൾക്കാർ റീസെൻ്റ് ആയിട്ടൊന്നും കണ്ടിട്ടില്ല. ഓഫ് കോഴ്സ് അത് പ്രൊഡക്റ്റ് ലോഞ്ച് ആയതുകൊണ്ടാണ്. അൽഹംദുലില്ലാ ഫൈനലി നമ്മൾ വാങ്ങി. എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ട ഒരു ചെയിൻ ഉണ്ടായിരുന്നു, അത് കിട്ടിയില്ല.
ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്താൽ മേ ബി നമുക്കത് കിട്ടുമായിരുന്നു, മേ ബി 1 വീക്ക് മാക്സിമം. പക്ഷേ നമ്മൾ കറൻ്റ്ലി അവിടെയുള്ള ഒരു പ്രൊഡക്റ്റ് വാങ്ങി. അവരുടെ പുതിയ കളക്ഷൻ നല്ലതായിരുന്നു കേട്ടോ. ഒരുപാട് ഡിഫറെൻറ്റ് കളേഴ്സിലും ഡിഫറെൻറ്റ് ഡിസൈൻസിലും പ്രൊഡക്ട്സ് അവൈലബിൾ ആയിരുന്നു. അതുമാത്രമല്ല ഒരുപാട് ഫീച്ചേഴ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് പ്രോഡക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുമ്പം. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റാണ് എൻ്റെ ഹസ്ബൻഡ് വാങ്ങിയത്, എക്സാക്ട്ലി സെയിം വൺ. ആൻഡ് യാ, ബ്ലാക്ക് കളർ അൾട്രാ 2. ആപ്പിൾ സ്റ്റോറിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു പ്രൊഡക്റ്റ് വേണം, അത് നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഡിസൈഡ് ചെയ്താൽ വിത്തിൻ 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് ആ പ്രൊഡക്റ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓൾ ഓവർ ദ പർച്ചേസ് ടൈം എന്ന് പറയുന്നത് മാക്സിമം 3 മിനിറ്റ് ആണ്. ആ ഒരു 3 മിനിറ്റിൽ നമുക്ക് പേ ചെയ്ത് പ്രൊഡക്റ്റ് റിസീവ് ചെയ്തിട്ട് വരാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ വിചാരിച്ചു വീട്ടിൽ പോയിട്ട് ഓപ്പൺ ചെയ്യാമെന്ന്. ദെൻ ഐ തോട്ട് ഇറ്റ്സ് ഫൈൻ, നമുക്ക് ഇവിടെ നിന്ന് തന്നെ അൺബോക്സ് ചെയ്യാം, ബിക്കോസ് നമുക്ക് നല്ലൊരു ആംബിയൻസ് കൂടി കിട്ടും. പ്രീവിയസ് സീരീസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുമ്പം ഫീച്ചേഴ്സ് ഒരുപാട് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ഗുഡ് അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ്, ഒരുപാട് ഡിസൈൻസിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മളത് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കി. ആപ്പിൾ 16 ഇറങ്ങിയതുകൊണ്ട് അത്യാവശ്യം നല്ല ഹ്യൂജായിരുന്നു, നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ആപ്പിൾ സീരീസ് വാച്ച് വെച്ച് നോക്കുമ്പം എനിക്ക് ഈ ഒരു 2024 സീരീസിലെ ടൈപ്പ് മോഡലാണ് കുറച്ചുകൂടി നല്ലോണം ഇഷ്ടമായത്. ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് ഹെവി ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഫൈൻ ആൻഡ് ഇറ്റ് ലുക്സ് സോ ഗുഡ്. ഐ ലൈക്ക് ദ ഓവറോൾ പ്രൊഡക്റ്റ്. സൈഡിൽ ഓറഞ്ച് കളറിൽ ഒരു ബട്ടൺ വരുന്നുണ്ടായിരുന്നു. സോ അതുകൂടി ഉണ്ടായപ്പം ഓവറോൾ ആ ഒരു വാച്ചിന് നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മളത് ഓൺ ചെയ്തു. ഇനിയിപ്പോൾ ഇത് ഫോണുമായിട്ട് കണക്ട് ചെയ്യണം. ഈ ഒരു സ്പോട്ടിൽ തന്നെ ഇത് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാനും ബേബി അബൂദും കൂടി ആപ്പിൾ സ്റ്റോറിൻ്റെ ഉള്ളിൽ പോയിട്ട് അവരുടെ പുതിയ ലോഞ്ചസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ഞാൻ 16 നമ്മളുടെ മൊബൈൽ സീരീസും കൂടി നോക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് തോന്നുന്നു, എനിക്ക് കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് തോന്നിയത് നമ്മളുടെ 15 സീരീസാണ്. 16 സീരീസിൽ 16 എനിക്ക് തീരെ അട്രാക്റ്റീവായിട്ട് തോന്നിയില്ല. ഇറ്റ്സ് വൺ ഓഫ് മൈ വെരി പേഴ്സണൽ റിവ്യൂ. അൽഹംദുലില്ലാ, ഓൾമോസ്റ്റ് ഒക്കെ ഡണ്ണായി. ഇറ്റ്സ് റിയലി എ ഗുഡ് ഫീലിംഗ്. ആക്ച്വലി നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സാധനം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പർച്ചേസ് ചെയ്യാനും യൂസ് ചെയ്യാനും ഒക്കെ പറ്റുന്നത്, ഇറ്റ്സ് സച്ച് എ ഗുഡ് ഫീലിംഗ്. ആൻഡ് അൽഹംദുലില്ലാ, 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 ഓൾ താങ്ക്സ് ടു അല്ലാഹ്. അൽഹംദുലില്ലാ, ഓൾ ഡൺ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ദുബായ് മോളിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ് അക്വേറിയം. ഇവിടെ വന്ന ബേബി അബൂദിന് ഒരു 10 to 15 മിനിറ്റ്സ് എങ്കിലും മിനിമം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മളവിടെ അത്യാവശ്യം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നത് കാൻഡിലീഷ്യസിലേക്കായിരുന്നു. ബേബി അബൂദാണെങ്കിലും ഞാനാണെങ്കിലും മച്ച് ഓക്കെ വിത്ത് ഷുഗർ. എൻ്റെ ഹസ്ബൻഡാണ് ഷുഗറി പേഴ്സൺ, ബട്ട് നൗ ഹീസ് ഓൺ ഡയറ്റ്. ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഭയങ്കര എമ്മയാട്ടോ. ഞാൻ മുന്നേ കഴിച്ചിട്ടുണ്ട്. ഇവരുടെ ഓൾമോസ്റ്റ് എല്ലാ ഫ്ലേവേഴ്സും കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. കാൻഡിലീഷ്യസിന് നമ്മൾ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും വാങ്ങി. ആൻഡ് ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചോക്ലേറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്നേ ഇല്ല, ബിക്കോസ് കാൻഡിലീഷ്യസിലെ ചോക്ലേറ്റ്സിൻ്റെ എമൗണ്ട് വെച്ചിട്ട് നമുക്ക് പുറത്തുനിന്ന് നല്ല ചോക്ലേറ്റ്സൊക്കെ വാങ്ങാൻ വേണ്ടി പറ്റും. ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് കോസ്റ്റ്ലി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ദ സെക്കൻഡ് ഡേ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എഗെയിൻ ദുബായ് മോളിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായി. സോ നമ്മൾ പോവാണ്. ഈ ഒരു കിമാർ സെറ്റ് ഞാൻ ട്രെൻഡിയോൾഡ് വാങ്ങിയതാട്ടോ. ഇറ്റ്സ് റിയലി ഗുഡ് ആൻഡ് കംഫർട്ടബിൾ. ഒരു രക്ഷയില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പേഴ്സണൽ റെക്കമെൻഡ് ചെയ്യാമെന്ന് വേണമെങ്കിൽ പറയാം. കിമാറും ജിൽബാബും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് നന്നായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. ഇതിൻ്റെ സൈസ് ഫ്രീ സൈസാണ്. അതല്ലാണ്ട് ഹൈറ്റിനനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈസ് നിങ്ങൾക്ക് അതിൽ ഓപ്ഷൻ ഉണ്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ഫ്രണ്ടിൽ കിമാർ കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് ഫേസ് കവർ ചെയ്യാനോ അല്ലെങ്കിൽ ഫേസ് കവർ ചെയ്യാണ്ട് ഇടാനും പറ്റും. ലൈക്ക് കൈൻഡ് ഓഫ് ജിൽബാബ് എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ്സ് റിയലി ഗുഡ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സ്പെക്സ് വെച്ചുകൊണ്ട് ആ ഒരു ഐൻ്റെ പോർഷൻ കുറച്ചൊരു ടൈറ്റ് ആയിരുന്നു, ബട്ട് അതർവൈസ് എവറിത്തിങ് വിൽ ബി ഫൈൻ. സോ നമ്മളിപ്പം ദുബായ് മോളിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് ഞാൻ യെസ്റ്റർഡേ പറഞ്ഞ പോലെ തന്നെ യെസ്റ്റർഡേ നമ്മൾ ടാക്സിക്കായിരുന്നു പോയിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ബസ്സിനാണ് പോകുന്നത്. ബിക്കോസ് ദുബായ് മോളിൽ കാർ എടുത്ത് പോയാൽ ഒരു രക്ഷയില്ല. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല ട്രാഫിക് ഉണ്ടായിരിക്കും. കാറെടുത്ത് പോയാൽ കൂടുതൽ സമയങ്ങളിലും നമ്മൾ ദുബായ് മോളിൽ പാർക്കിംഗ് കിട്ടാണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കൂടുതലും ബസ്സിന് പോകുന്നതാണ് ദുബായ് മോളിലേക്ക് കുറച്ചുകൂടി ഈസി. നമ്മൾ നിൽക്കുന്ന വില്ലയിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് ജസ്റ്റ് 5 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ദുബായ് മോളിലേക്കാണെങ്കിൽ ജസ്റ്റ് 10 മിനിറ്റ് ഡ്രൈവ്.
സോ യാ ബസ് വരാൻ 1 മിനിറ്റ് ഉണ്ട്. ഇവിടെ ചെക്ക് ചെയ്തിട്ട് ഞാൻ പുറത്തെത്തിയപ്പോഴേക്കും ബസ് വന്നു. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി ഒരു 10 മിനിറ്റ്സ് ഉള്ളിൽ തന്നെ ദുബായ് മോളിലെത്തി. പ്രീവിയസ് വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡ് സ്പെക്സിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ദുബായ് മോളിൽ പോയതെന്ന്. സോ നമ്മൾ ആസ്ട്രോ ഒപ്റ്റിക്കൽസിൽ പോയി ആ ഒരു കാര്യം ക്ലിയർ ചെയ്തു. അൽഹംദുലില്ലാ. ബേബി അബൂദ് പോകുന്ന വഴിയിൽ നല്ല ഉറക്കമായിരുന്നു. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് പർച്ചേസൊക്കെ നടത്താൻ പറ്റി. അവിടെ നല്ലൊരു ഷോപ്പ് കണ്ടപ്പം നമ്മളവിടെ കയറിയിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് മദർ കെയർ ഐ തിങ്ക്. നല്ല ഓഫേഴ്സ് അവൈലബിൾ ആയിരുന്നു. ഈ ഒരു ഖിമാർ സെറ്റിൻ്റെ ഫുൾ ലുക്ക് ഇതാട്ടോ. അടിയിൽ അണ്ടർ സ്കേർട്ട് പോലെയുള്ള ഒരു സ്കേർട്ടാണ് വരുന്നത്. സോ ഇറ്റ്സ് സോ കംഫർട്ടബിൾ. ഇതിൻ്റെ ഒരു സ്കാർഫ് പോർഷൻ ആണെങ്കിലും ഹാൻഡ് പോർഷൻ ആണെങ്കിലും സോ കംഫർട്ടബിൾ. ഇത് ക്ലോത്ത് മദീന സിൽക്കാണ്, ഇമ്പോർട്ടഡ് സൗദി ക്ലോത്ത്. സോ ഭയങ്കര കംഫർട്ടബിളായിരുന്നു ഇടാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഡ്രസ്സ് ഇട്ടെന്ന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ ആ സ്കാർഫിൻ്റെ ലെങ്ത്തും ഫ്രീ സൈസും കൊണ്ട് നമ്മളുടെ ബോഡി മോസ്റ്റ് ഓഫ് ദ പോർഷനൊക്കെ നല്ല നീറ്റായിട്ട് കവർ ചെയ്യുന്നുണ്ടായിരുന്നു. പർച്ചേസൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകുമ്പം ജംബോ സ്പോട്ട് ചെയ്തു. അവിടെ കയറിയപ്പോൾ കണ്ടതാട്ടോ ഡൈസൻ്റെ ഈ ഒരു എയർ റാപ്പ്. ഇറ്റ് കോസ്റ്റ് അറൗണ്ട് 2299. ഐ ഡോണ്ട് നോ വൈ പീപ്പിൾ ലൈക്ക് ദീസ് കൈൻഡ് ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് ഇറ്റ്സ് സോ ഗുഡ്. അത് വേറെ കാര്യം, നല്ല റിവ്യൂ ഉള്ള പ്രൊഡക്റ്റാണ്. ആൻഡ് യാ ഞാൻ അവിടെ നിന്നൊരു ഗിംബൽ കണ്ടു. ഐ റിയലി ലൈക്ക് ദ പ്രൊഡക്റ്റ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് അവിടെ അവൈലബിൾ ആയിരുന്നു. ഐ ലൈക്ക് ദ പ്രൊഡക്റ്റ് കോൾഡ് DJI Osmo മൊബൈൽസിൻ്റെ. ഇറ്റ്സ് വൺ ഓഫ് എ വെരി ഫേമസ് ബ്രാൻഡ്. ആൻഡ് ഞാൻ അവിടെ നമ്മുടെ ഇൻസ്റ്റാ 360 ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഓൾ ആർ സോ ഗുഡ്. നല്ല റിവ്യൂ ഉള്ള പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ ഈ ഒരു Canonൻ്റെ G7Xും ഇൻഷാല്ലാ ഐ എം പ്ലാനിങ് ഫോർ ദിസ് സിൻസ് 2020. ഇൻഷാല്ലാ നെക്സ്റ്റ് ഇയറിലെങ്കിലും വാങ്ങണം ഇൻഷാല്ലാ. നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോവാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു ദുബായ് മോളിലേക്ക് വന്നത്. ബിക്കോസ് നമുക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. സോ ഞാൻ ബേബി അബൂദിന് ഫുഡൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവന് വാട്ടർ പോലും എടുത്തില്ല. സോ അവൻ എണീറ്റ് കഴിഞ്ഞാൽ എന്തായാലും കരയാൻ ചാൻസ് കൂടുതലായതുകൊണ്ട് നമ്മൾ അവനൊരു ഡോണറ്റ് വാങ്ങാമെന്ന് വിചാരിച്ചു. സോ ദേ സെഡ് 3 എണ്ണം വാങ്ങിയാൽ ഓഫറുണ്ട്. ലൈക്ക് ഒരു ഡോണറ്റിന് 8 to 9 dirhams ആണ്. 3 എണ്ണം വാങ്ങിയാൽ 14 or 16 dirhamsന് തരാമെന്ന് പറഞ്ഞു. സോ നമ്മൾ അത് വാങ്ങി. പക്ഷേ കംപ്ലീറ്റ്ലി വേസ്റ്റാണ് കേട്ടോ ഡോണറ്റ്. ഷുഗറി ആയതുകൊണ്ട് മൂപ്പരധികം കഴിച്ചില്ല. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്ന വേയിൽ പാച്ചി സ്പോട്ട് ചെയ്തു. എന്തായാലും കണ്ടതല്ലേ, അവിടെയും കൂടി ഒന്ന് കയറിയിട്ട് പോകാൻ വിചാരിച്ചു. അങ്ങനെ പാച്ചിയിൽ നിന്ന് കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കൈൻഡ് വൈറ്റ് ചോക്ലേറ്റ്സ് ആൻഡ് ഡാർക്ക് ചോക്ലേറ്റ്സ്. ഇറ്റ്സ് റിയലി ഗുഡ്. ബേബി അബൂദിന് ഭയങ്കര ഇഷ്ടമാണ് പാച്ചിയിലെ ചോക്ലേറ്റ്സ്. ആൻഡ് ദേ ഹാവ് അമേസിങ് ഗിഫ്റ്റ് കളക്ഷൻസ് ട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് പെട്ടെന്നൊക്കെ ആർക്കെങ്കിലും ബർത്ത്ഡേ ഗിഫ്റ്റോ ആനിവേഴ്സറി ഗിഫ്റ്റൊക്കെ ചോക്ലേറ്റ്സ് കൊടുക്കണമെന്ന് വിചാരിച്ചാൽ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാം. ബിക്കോസ് ഇറ്റ്സ് ടു ഗുഡ്. ഡിഫറെൻറ്റ് ടേസ്റ്റിലുള്ള ഡിഫറെൻറ്റ് ചോക്ലേറ്റ്സ്, ലൈക്ക് വൈറ്റ് ചോക്ലേറ്റിലാണെങ്കിൽ ഡിഫറെൻറ്റ് ടേസ്റ്റിലുള്ളതുണ്ട്, ഡാർക്ക് ചോക്ലേറ്റിലാണെങ്കിലും ഡിഫറെൻറ്റ് ടേസ്റ്റിലുള്ളതുണ്ട്. ആൻഡ് ഓൾ ദീസ് ആർ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്ട്സ് ആണ്. ഇറ്റ്സ് കോസ്റ്റ് അറൗണ്ട് 125, 70, 55 അങ്ങനത്തെ ഡിഫറെൻറ്റ് പ്രൈസ് റേഞ്ചിലും കൂടി അവൈലബിൾ ആയിരുന്നു. ഐ റിയലി ലൈക്ക് ദിസ് സെക്ഷൻ. നമ്മൾ വളരെ കുറച്ച് പാച്ചി ചോക്ലേറ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ബേബി അബൂദിന് വേണ്ടിയിട്ട്. അങ്ങനെ പാച്ചിലെ പർച്ചേസിങ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഡേസോയിലേക്കാണ്. ദുബായ് മോളിൽ വന്നാൽ ഡേസോയിൽ പോകാണ്ട് തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ്. സോ നമ്മൾ ഡേസോയിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ആവശ്യമുള്ള കുഞ്ഞു കുഞ്ഞു കുറച്ച് പ്രൊഡക്ട്സ് നമ്മൾ അവിടെ നിന്ന് വാങ്ങി. ബേബി അബൂദിന് അവിടെ നിന്ന് ഒരു ഗിഫ്റ്റും കിട്ടി. സെയിൽസിലുള്ള ഒരു, ഐ തിങ്ക് ഹീസ് ഫ്രം ലബനൻ. അയാൾ ബേബി അബൂദിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഹൂ ഈസ് അവർ ഗോഡ് ആൻഡ് ഹൂ ക്രിയേറ്റഡ് അസ്. അൽഹംദുലില്ലാ മാഷാ അല്ലാ എൻ്റെ മോന് അല്ലാന്ന് പറഞ്ഞു. സോ ഹീ ഗിഫ്റ്റഡ് സംതിങ് ലൈക്ക് വെരി ഇൻട്രസ്റ്റിംഗ്. കുട്ടികൾക്കൊക്കെ പറ്റുന്ന ഒരു സാധനമാണ് മോന് കൊടുത്തത്. ആൻഡ് ഐ റിയലി ലൈക്ക് ദ പ്രൊഡക്റ്റ്. ഇൻഷാ അല്ലാ ഈ വീഡിയോൻ്റെ എൻഡിൽ ഞാൻ കാണിക്കാം. ഞാൻ ഡേയ്സോന്ന് വാങ്ങിയ പ്രൊഡക്റ്റൊക്കെ വേറൊരു വീഡിയോയിൽ കുഞ്ഞാക്കിയിട്ട് കാണിക്കാം കേട്ടോ. വളരെ കുറച്ച് പ്രൊഡക്റ്റ്സേ വാങ്ങിയിട്ടുള്ളൂ. ആൻഡ് യാ ദാറ്റ്സ് ഇറ്റ്. ഇതൊരു കുഞ്ഞു വ്ളോഗായിരുന്നു. ഹോപ്പ് യു ഓൾ ആർ ലൈക്ക് മൈ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. യാ ദാറ്റ്സ് ഇറ്റ്. നല്ല ക്വാളിറ്റിയുള്ള ചെറിയൊരു എമൗണ്ടിൽ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഡേയ്സോ ജപ്പാൻ നല്ലൊരു ഓപ്ഷനാണ്. ദുബായ് മോളിൽ തന്നെ 2 ഡേയ്സോ അവൈലബിൾ ആണ്. മുമുസോ, ഡേയ്സോ, മിനിസോ, all are good. Yeah, that's it. If you like my video, please don't forget to like, share, comment and subscribe. Thank you.